ആ ക്യാരക്ടർ ഇങ്ങനെ അന്നും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡെപ്തുള്ള ക്യാരക്ടറായിരുന്നു. ചട്ടമ്പിനാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ണൻ തമ്പിയേക്കാൾ ചട്ടമ്പിനാടിൽ ദശമൂലം ദാമുവിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ ദശമൂലം ദാമു ഇപ്പോൾ ഈ മീംസും ഇതൊക്കെ വന്നിട്ട് കുറേ ഹിറ്റാണല്ല. എനിക്ക് തന്നെ ഇഷ്ടം തോന്നണം ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന കഥയോട്. ദിലീപിൻ്റെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാധയെന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ പറയുള്ളൂ. അപ്പൊ ലാലേട്ടനാണ് സൂചിപ്പിക്കുന്നത് പണ്ട് ഇങ്ങനെ ഒരു സാധനം നാടൻപാട്ട് പോലെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ഇന്റർവ്യൂവിൽ സ്റ്റാൻഡേർഡ് പോലും മാറിപ്പോയിട്ടുണ്ട് പറഞ്ഞത്. സ്കൂളിലൊന്നും പാരൻസിന്റെ മീറ്റിങ്ങിലൊന്നും ചെല്ലാൻ പറ്റാതെ വരുന്നുണ്ട്. എപ്പോഴും മക്കളുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും ചെന്നേക്കുന്നത് അവരുടെ ആനിവേഴ്സറിക്ക്. ചട്ടമ്പിനാട് ഇറങ്ങി ദാമുവിന്റെ ക്യാരക്ടർ ഇതുപോലെ തന്നെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സുരാജിന്റെ താല്പര്യം പോലെ ഇരിക്കും. പിന്നെ സാറിൻ്റെ എഴുത്തുകളിലെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇപ്പോൾ പറക്കും ലതയാണെങ്കിലും നമ്മുടെ ചാന്തുപൊട്ടിലെ ഗോപിക മാമിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. എങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു പരിഗണന വരുന്നത്? അല്ല, പ്രത്യേകിച്ച് പരിഗണന കൊടുക്കുന്നതല്ല അത്. കാരണം ഒരുപാട് നമ്മൾ ആ സമയത്തൊക്കെയുള്ള പാറ്റേൺസ് വെറും ഒരു സൈഡ് റോളായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞാല് സ്ത്രീകളെ ഒപ്പം പരിഗണന കൊടുക്കണം എന്ന ചിന്തയിലുള്ള ഒരാളാണ്. കാരണം ഇപ്പൊ നാടകങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. 3 സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തുല്യ പ്രാധാന്യം ഉണ്ടാവും, പെർഫോം ചെയ്യാനും അതുണ്ടാവും. അപ്പൊ ഈ നാടകത്തിൽ നിന്ന് എഴുത്തിന്റെ ഒരു ശീലമുള്ളത് കൊണ്ട് നിലവിലുള്ള കഥാപാത്രങ്ങൾക്ക് പെർഫോം ചെയ്യാനുണ്ടാവും. വെറുതെ അന്തരീക്ഷത്തിൽ നിർത്തുന്ന കഥാപാത്രങ്ങൾ കുറവായിരിക്കും. അത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ ചോട്ടാ മുംബൈയിലായാലും ലാലേട്ടന് മാത്രമല്ല പെർഫോം ചെയ്യാൻ. ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏത് കഥാപാത്രം എടുത്താലും അവർക്ക് ആ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഥാപാത്രത്തിന് സ്പേസ് ഉണ്ട്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ വന്ന് പോകുന്നവർ അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീ കഥാപാത്രം സൃഷ്ടിക്കുമ്പോഴും അതിന് ത്രൂ ഔട്ട് വേഷം ഉണ്ടാവും. ത്രൂ ഔട്ട് ഒരു ഈ പ്രധാന കഥയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കാൻ ഒരു സപ്പോർട്ട് ചെയ്ത് പോകുന്ന ക്യാരക്ടർ തന്നെ ആയിരിക്കും. അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കും. ടൈറ്റിൽ റോള് പോലും എൻ്റെ അങ്ങനെയല്ല, മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്നാണ്. ആ സ്ത്രീ കഥാപാത്രത്തിനാണ് അതിൻ്റെ അകത്ത് വാല്യൂ കൊടുത്തേക്കണം. അപ്പോൾ ചാന്തുപൊട്ടിലായാലും ആ ക്യാരക്ടറെ മാറ്റി നിർത്തിയിട്ട് കഥ ഉണ്ടാകില്ല. അപ്പോൾ മെയിൻ സിനിമയുടെ പ്ലോട്ടിനോട് അല്ല മെയിൻ അതിൻ്റെ ഗാത്രത്തിനോട് ബന്ധപ്പെട്ട് എടുക്കുന്ന കഥാപാത്രം ഇരിക്കപ്പോഴും സ്ത്രീ കഥാപാത്രം. അതുകൊണ്ട് നല്ല പ്രാധാന്യം വരും. ഒരു നായകൻ നായിക എന്നുള്ള സങ്കല്പം വിട്ടാൽ പോലും അതിന് പ്രാധാന്യം ഉണ്ടാവും ആ കഥാപാത്രത്തിന്. പറക്കും ലത എനിക്ക് തോന്നുന്നു അത്രയും സ്പെഷ്യലായത് ഭാവന എന്ന് പറയുന്ന ആക്ട്രസിന്റെ അത്രയും ആ ഒരു ക്യൂട്ട്നെസ്സും അതുപോലെ തന്നെ ആ ഒരു വില്ലത്തരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ്. എങ്ങനെയായിരുന്നു ഭാവന ചേച്ചീനെ കാസ്റ്റ് ചെയ്തത്? അപ്പൊ ഭാവന ചാന്തുപൊട്ടിൽ അഭിനയിച്ച് ഭാവനയായിട്ട് പരിചയമുണ്ട്. അപ്പൊ പിന്നെ ഭാവന ആദ്യമായിട്ട് അഭിനയിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞ സിനിമയെ പോലും ഒരു ഇത്തിരി പവർഫുള്ളായിട്ട് ഇളകി ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഈ ഓട്ടോക്കാരിയായിട്ടുള്ള ഇത്തിരി തൻ്റെടിയായിട്ടുള്ള പെണ്ണ് നല്ല ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭാവന തന്നെയാണ് ആദ്യം മനസ്സിൽ വന്നത്. പിന്നെ ഈ പ്രായവ്യത്യാസം നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. ഭാവനയും ലാലേട്ടനും തമ്മിൽ ഇങ്ങനെ കോമ്പിനേഷൻ ലവ് അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നിർബന്ധപൂർവം പെണ്ണ് കാണാൻ വരുന്നതാണ്. അന്ന് അവക്ക് വേറൊരു കാമുകനുണ്ട്, ഒളിച്ചോടാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. പിന്നീട് ക്രമേണ ഇവരിലൊരു പ്രണയം വളരെ പറഞ്ഞും പറയാതെ ഇങ്ങനെ ഒരു പ്രണയം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഭാവന എന്നുള്ള ഓട്ടോക്കാരി എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിൽ കണ്ടത് ഭാവന തന്നെയായിരുന്നു. അൻവറായാലും ഞാനായാലും ഭാവന എന്നുള്ള കാസ്റ്റിങ്ങിന് എതിർപ്പുണ്ടായില്ല. കറക്റ്റ് റോളാണ്. പറക്കും ലത എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഭാവന വിളിച്ചു വെച്ചാൽ നിനക്ക് ഓട്ടോ ഓടിക്കേണ്ടി വരുന്നു. ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ 2 വീലർ ഭാവന ഓടിക്കും. അപ്പോൾ പിന്നെ ഓട്ടോ ഓടിക്കാനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഭാവന അത് ഭംഗിയായിട്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ചാന്തുപൊട്ടിലെ ക്യാരക്ടർ ആണെങ്കിലും ആ റോസ് എന്ന് പറയുന്നൊരു പേര് എനിക്ക് റോസിക്ക് എന്നെ താല്പര്യം ഇല്ലെങ്കിൽ റോസ് ഈ വീട്ടിൽ നിന്ന് പൊക്കോളും. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് വന്നു പോകാറുണ്ട്. ചെറുത് എഴുതുമ്പോ തന്നെ ചിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ? ചില കഥ നമ്മൾ അറിയാതെ വരുന്നതാണ്. ചിലത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രക്രിയയില് നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. ഓരോ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് എഴുതുമ്പോഴും അവരുടെ മനസ്സും അവരുടെ ശരീരമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ കഥാപാത്രം എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പറയും എന്നുള്ളത്. അപ്പം അങ്ങനെ എഴുതുമ്പോഴേക്കും
ഈ ദിലീപിന്റെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാധയെന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ പറയുള്ളൂ. അപ്പൊ റോസിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്നാണ് സാധാരണ നോർമൽ മനുഷ്യൻ പറയുന്നത്. അപ്പൊ ഇത് റോസിക്ക് ഇഷ്ടമില്ല, റോസി വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയും. അപ്പൊ ഈ ഇമോഷനിലാണ് അത് പറയുന്നത്. അപ്പൊ ഈ ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തമാശ പറയുന്ന ഒരു ശൈലി എൻ്റെ എല്ലാ സിനിമയിലും കാണാം. കൊമരം മക്കളിലും കാണാം, ഇതിലും ചാന്തുവട്ടിലും ഈ ചോട്ടാമ്പലും കാണാം. അപ്പൊ എല്ലാവരും ഈ സെന്റിമെന്റ്സിനേക്കാൾ ഉപരി സെന്റിമെന്റ്സ് ആണെന്ന് തോന്നിച്ചിട്ട് അതിൽ തമാശ വരുമ്പോൾ നന്നായിട്ട് ചിരിക്കും. ഒരു ഇമോഷൻ സിറ്റുവേഷനിൽ ഒരു ഹ്യൂമർ. അപ്പം എല്ലാവരും ആദ്യം ഇപ്പോൾ മരണ വീട്ടിൽ തമാശ പറഞ്ഞാൽ എങ്ങനെ വർക്കാവും? ഒരു ദുരന്തമല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മരണം പ്രേക്ഷകന് ഫീൽ ചെയ്യാത്ത മരണമായിരിക്കണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മരിച്ചു കൊടുത്തെന്ന് കോമഡി പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് ദേഷ്യം വരും. ഇത് ആൾക്കാർക്ക് ഒരു ബന്ധമില്ലാത്ത ഏതൊരു കാരണവര് മരിച്ചു കിടക്കുന്നു, ആ ബോഡി പോലും കാണിക്കുന്നില്ല. നമ്മള് കല്യാണരാമനിൽ മരിച്ചു വീട്ടിൽ തമാശകൾ ഒരുപാടുണ്ട്, അവിടെ ചിരിക്കുന്നൊരു പ്രേക്ഷകര്. കാരണം അപ്പൊ അത് നമ്മൾ ആ ബുദ്ധിപൂർവ്വം ആലോചിക്കുന്ന ബ്ലാക്ക് ഹ്യൂമറാണ് അത്. ശരിക്കും ഒരു മരണ വീട്ടിൽ നടക്കുന്നതാണ്. പക്ഷെ നമ്മളുടെ ലൈഫിൽ എടുത്തു നോക്കിയാൽ അങ്ങനെയല്ല. നമുക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രത്യേകിച്ച് പ്രായമോ 90-95 വയസ്സായ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ നമ്മുടെ ബന്ധു അല്ല, അടുപ്പമുള്ള ആളുമല്ല, അപ്പൂപ്പനല്ല, അങ്ങനെയുള്ള ആരുമല്ല, ഒരു നാട്ടുകാരൻ. അവിടെ നമുക്ക് നമ്മളൊരു പൊതുമര്യാദ അനുസരിച്ചിട്ട് അവിടെ ചെന്ന് പങ്കെടുക്കും. നല്ല അതിൽ വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. പിന്നെ ദുഃഖം അഭിനയിക്കുന്നവരായിരിക്കും കൂടുതലും. നല്ല മനുഷ്യനായിരുന്നു പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ദുഃഖം നമുക്ക് ഫീൽ ചെയ്യാത്ത മരണ സിറ്റുവേഷനിൽ പ്രേക്ഷകന്റെ മനസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അവർക്കൊരിക്കലും ആ മരണത്തിൽ ഫീലിംഗ് ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവിടെ ഹ്യൂമർ വർക്ക് ചെയ്ത് നിലനിൽക്കും. അവിടെയും ഒരു പ്രായമുള്ള ആളായിരിക്കണം മരിച്ചത്. അതേസമയം ഒരു കുട്ടിയോ ഒരു ചെറുപ്പമുള്ള യുവാവോ യുവതിയോ മരിച്ചാണെങ്കിലും അതിൽ ചിലപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചു കൊടുക്കുന്നിടത്താണ് അവൻ്റെ വേഷം കിട്ടുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ നമുക്ക് ഹ്യൂമർ ഉണ്ടാക്കാം. ഇപ്പം ഈ മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം മേരിക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞാട് മൂവിയിൽ സലീമേട്ടൻ്റെ ക്യാരക്ടർ കടന്നു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം ശവപ്പെട്ടി കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ മകൻ അങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോഴാണ് അതിന്റെ ഒരു ആഘാതം അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? അത് ആ കഥാപാത്രം എൻ്റെ ഒരു നാടകത്തിലുള്ള കഥാപാത്രം. ആ നാടകത്തിൽ ഞാനത് അങ്ങനെ ഒരു ശവപ്പെട്ടിക്കാരനെ, ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ല, ആ ക്യാരക്ടർ മാത്രം. ഇങ്ങനെ ശവപ്പെട്ടി വിൽക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉള്ള ആളാണ്. നാട്ടിൽ മരണങ്ങൾ കുറയുമ്പോഴൊക്കെ അയാൾക്ക് സങ്കടമാണ്. ഒരാൾ മരിക്കണില്ല എന്നൊക്കെ. കോളറ എവിടെയൊക്കെ അന്ന് കോളറയുടെയൊക്കെ സമയം ഇങ്ങനെ പടർന്നു പിടിക്കുന്നു, ഇവിടെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പകർച്ചവ്യാധി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദുരന്ത കഥാപാത്രമാണ് അയാൾ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് തമാശയാണെങ്കിൽ ദേഷ്യം തോന്നും. പക്ഷേ ഈ മരണത്തെ അത്ര നിസ്സാരമായി കണ്ട് ഒരു ബിസിനസ്സായി കാണുന്നതുകൊണ്ട് ഇയാളുടെ ബിസിനസ്സിന് ഒരു മരണം ആവശ്യമാണ്. ആളുകൾ മരിച്ചാലേ ഇയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അയാൾ പറയുന്നുണ്ട്, ആരെങ്കിലൊക്കെ മരിച്ചാലേ എൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറുള്ളൂ. ഇങ്ങനെ ആൾക്കാർ 100-110 വയസ്സ് വരെ ജീവിക്കാൻ തുടങ്ങി, ഞാനെങ്ങനെ ജീവിച്ചു പോകുമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ മക്കളും. അങ്ങനത്തെ പറയുന്ന ക്യാരക്ടറിൻ്റെ അതിലെന്ന് പറയുന്ന നാടകത്തിൽ എന്ന് പറഞ്ഞാൽ പെരക്ക് തീ പിടിച്ചിട്ട് ഭാര്യയും മക്കളുമാണ് മരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെരക്ക് തീ പിടിച്ചിട്ട് മരിച്ചു എന്ന് പറയുന്ന സമയത്താണ് ഇയാൾ തകർന്നു പോയിട്ട് അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ മരണങ്ങൾ വരുമ്പോഴും ഞാനത് മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്നു. പക്ഷെ മരണത്തിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖം മനസ്സിലാക്കിയത് ഇപ്പോഴാണ്, എൻ്റെ ഭാര്യയും മക്കളും പോയപ്പോഴാണ്. എന്നിട്ട് അയാൾ അപ്പോൾ ഈ ഭാര്യയുടെ ശരീരത്തുണ്ടായ ആഭരണങ്ങൾ അവൾ വെന്ത് ഇപ്പോൾ ഉരുകി തുടങ്ങിയ ആഭരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് ഈ ഭാര്യയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ അന്നും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡെപ്തുള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ആലോചിച്ചപ്പോൾ ആ കഥാപാത്രത്തെ, ആ നാടകത്തിൽ എഴുതിയ കഥാപാത്രത്തിന്, ആ ശവപ്പെട്ടിക്കാരനെ ഞാനിങ്ങനെ എടുത്തിട്ട് അതിന് വേറെ രീതിയിൽ വർക്ക് ചെയ്തതാണ് ഈ സലിംകുമാറിൻ്റെ ക്യാരക്ടർ. അപ്പം അതിലും അവൻ്റെ മകൻ മരിക്കുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വേദന, മരണത്തിൻ്റെ വ്യാപ്തിയൊക്കെ അറിയുന്നത്. അതൊരു തിരിച്ചറിവാണല്ല. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് പറ്റുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ പറ്റുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. അത് മറ്റുള്ളവന് പറ്റുമ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നൊരു സമ്പ്രദായമുണ്ട്. സാറിന് ഇനി ഏത് മൂവിയാണ് ഇതുപോലെ തിയേറ്ററിൽ ഒരു റിലീസ് കാണണം എന്ന് ആഗ്രഹമുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ചട്ടമ്പിനാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ
വർക്കാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ പെർഫോമൻസ് അണ്ണൻ തമ്പിയേക്കാൾ ചട്ടമ്പിനാട്ടിൽ ദശമൂലം ദാമുവിന്റെ ഒരു ട്രാക്ക് ഉണ്ട്. അപ്പൊ ദശമൂലം ദാമു ഇപ്പൊ ഈ മീംസും ഇതൊക്കെ വന്നിട്ട് കുറെ ഹിറ്റാണല്ലോ. അപ്പൊ ഈ ദശമൂലം ദാമുവിനെ കാണാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ മമ്മൂക്കയുടെ ഒരു പ്രത്യേക കന്നഡ ഭാഷ കലർന്ന ശൈലിയിലാണല്ല. പിന്നെ ആക്ഷനും ആ ഒരു മൂഡുണ്ട്. അപ്പൊ ചട്ടമ്പിനാടും തൊമ്മനും മക്കളും ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഈ ദാമുന്റെ റൈറ്റിംഗ് വിട്ടു എന്ന് പറഞ്ഞു, സെക്കൻഡ് പാർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷെ ചട്ടമ്പിനാട് തിരിച്ചു വന്ന് ദാമു വീണ്ടും ഹിറ്റായാലും സാർ വീണ്ടും അതിനെ പറ്റി ആലോചിക്കുമോ? ചട്ടമ്പിനാട് ഇറങ്ങി ദാമുവിന്റെ ക്യാരക്ടർ ഇതുപോലെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാല് സുരാജിന്റെ താല്പര്യം പോലെ ഇരിക്കും. സുരാജ് ഈ സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ വേറൊരു പാറ്റേണിൽ കിടക്കുന്നതുകൊണ്ട് അത് ഈ പാറ്റേണിൽ തന്നെ സുരാജ് ചെയ്യാൻ തയ്യാറായാൽ ചിലപ്പോൾ ആലോചിക്കും. ഓക്കെ. ഇപ്പം സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു സാർ ഒരു പടം എഴുതുമ്പോൾ തൊട്ട് അതിൻ്റെ അവസാന നിമിഷം വരെയും കൂടെ നിൽക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഡബ്ബിങ് പൂർത്തിയായി എല്ലാത്തിനും സാറിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി എങ്ങനെയാണ് സാർ? ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂവി തുടങ്ങുന്ന ടൈം ഇപ്പോൾ എഴുത്തുകാർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ടൈമാണ് വരുന്നത്. സാറിൻ്റെ ഫാമിലി എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ? അത് എഴുതുമ്പോൾ ഭാര്യയും ഒക്കെ അറിയാം നമ്മുടെ ഒരു രീതി, ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ എല്ലാം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ പുള്ളിക്കാരത്തി തന്നെ ഏറ്റെടുത്തിട്ട് നമുക്ക് തന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല എഴുതുന്നതായതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ഞാൻ തന്നെ വിചാരിച്ചാൽ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നടക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരത്തിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതിൻ്റെ സമയത്ത് വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അത് രാത്രി എപ്പോഴെങ്കിലും ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും. എഴുത്ത് നിർത്തിയതിന് ശേഷം വിളിക്കുമ്പോഴാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മാക്സിമം ശല്യം ചെയ്യാതിരിക്കുക, എഴുത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തരുമായിരുന്നു. പിന്നെ ഷൂട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണെങ്കിലും കുറച്ച് ദിവസം ഒന്ന് ഷൂട്ടിങ്ങൊക്കെ ഒന്ന് സ്മൂത്തായി ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ശനിയോ ഞായറാഴ്ചയോ ഒപ്പിച്ചിട്ട് ഭാര്യ മക്കളും കൂടി വരും. അപ്പോൾ ഇപ്പോൾ പൊള്ളാച്ചിയിലാണെങ്കിലും ഉടുമ്പപ്പെട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും തൊടുപുഴയാണെങ്കിലും അവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് 1-2 ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് അന്ന് സ്കൂളുള്ള സമയമാണെങ്കിൽ തിരിച്ചു പോകും. അത് വെക്കേഷൻ ടൈം ആണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നിൽക്കും. അങ്ങനെ മക്കളുമായിട്ടുള്ള ബോണ്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ മക്കള് എന്ന് പറഞ്ഞാൽ അന്ന് പഠിക്കുന്ന സമയമല്ല കൂടുതലും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് സ്കൂളിൽ പോക്കും ഒക്കെ. പിന്നെ കോളേജിലായി കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ മക്കളെയും കൂട്ടിയാ വരുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഫാദറിന്റെ ഒരു സ്നേഹം ക്രേവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കുമല്ലോ. ചില സമയത്തൊക്കെ കുറെ മിസ്സിങ്, അതായത് അവരുടെ സ്കൂളിലൊന്നും പാരന്റ്സിന്റെ മീറ്റിങ്ങിലൊന്നും ചെല്ലാൻ പറ്റാതെ വരുന്നുണ്ട്. എപ്പോഴും മക്കളുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും ചെന്നേക്കുന്നത്, അവരുടെ ആനിവേഴ്സറിക്ക് എന്നൊക്കെ ഗസ്റ്റ് ആയിട്ടല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അത് വൈഫാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഞാനൊരു ഇന്റർവ്യൂവിൽ സ്റ്റാൻഡേർഡ് പോലും മാറിപ്പോയിട്ടുണ്ട് പറഞ്ഞത്. 4th പഠിക്കുമ്പോൾ 3rd പഠിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് അതിവിടെ വൈഫ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നമ്മൾ എഴുത്തിൻ്റെ ലോകത്തെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച ചിന്തയായിട്ടൊക്കെ ഇരിക്കുന്നത്. കാരണം ഒന്നും ഇല്ലായ്മയെന്നൊക്കെയാണ് ചില കഥകൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ തൊമ്മനും മക്കളും എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട്, ഷാഫി ചെയ്യുന്നു, ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് വർക്കാണത്. അവിടെ ചെന്നിട്ടാണ് ആലോചിക്കുന്നത്. ഫ്ലാറ്റിൽ നിന്നിട്ട് ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചാൽ എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് വേറെ കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ പോലും ചിന്തിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സാർ എക്സൈറ്റഡ് ആയിട്ട് സിനിമയായി കാണണം എന്ന് പറഞ്ഞ് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഏതായിരുന്നു? ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സ്ക്രിപ്റ്റ്? എല്ലാം എഴുതുന്ന എല്ലാം തന്നെയാണ്, പക്ഷെ എന്നാലും സാർ ഏറ്റവും കൂടുതൽ പേഴ്സണലി സാറിൻ്റെ ഒരു വർക്ക്സിൽ ഏറ്റവും എഴുതുമ്പോൾ തന്നെ എല്ലാം നമ്മൾ എഴുതണമെന്ന് തോന്നുന്ന രീതിയിലേക്ക് ഒരു കഥ മനസ്സിൽ വന്നിട്ട് എഴുതാറുള്ളൂ. ചില കഥകൾ പാതി വഴിയിൽ വിട്ട് കളയാറുണ്ട്. ചിലത് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടം തോന്നണം ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന കഥയോട്. അപ്പോൾ ഒരു കഥയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് യൂഷ്വലാണല്ല, ഇതിൽ പ്രത്യേകത ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകളയും. പിന്നെ വേറെ ചിന്തിക്കും. പിന്നെ ചില പ്രത്യേകതയുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക പ്ലോട്ടുകൾ ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടും. ആ പ്ലോട്ട് കിട്ടുമ്പോൾ ഇതുവരെ പറയാത്തൊരു പ്ലോട്ടാണല്ലോ എന്ന് തോന്നിയിട്ട് ആ പ്ലോട്ടിൽ നിന്നിട്ട് പിന്നെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ നോക്കും. മനസ്സിലായില്ലേ? ഇപ്പം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്നുള്ളതിൻ്റെ പ്ലോട്ടാണ് ആദ്യം എനിക്ക് കിട്ടുന്നത്.
മമ്മൂക്കിനെ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും പുതിയ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു ഒരു കല കൊണ്ട് ഒരു ക്രിമിനൽ പ്യൂരിഫൈ ചെയ്യുന്നു. ഒരു ക്രിമിനലിൻ്റെ മനസ്സിലേക്ക് കല കയറുമ്പോൾ അത് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നൊരു പ്ലോട്ടാണ് ആദ്യം കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പറയാത്തൊരു സാധനമല്ല, ആ പ്ലോട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചിലത് അങ്ങനെ അതിൻ്റെ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് ആലോചിക്കും, ചിലതൊരു കഥാപാത്രത്തിന് ആദ്യം കിട്ടിയിട്ട് ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് സഞ്ചരിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലാണ് കഥ കിട്ടുന്നത്. സാറിൻ്റെ സ്ക്രിപ്റ്റ്സിൽ ഭയങ്കരമായിട്ട് കോമിക്കലായിട്ട് വരുന്ന സോങ്സ് വരാറുണ്ട്. ഇപ്പം ഒന്നാം മലകേറി പോകണ്ടേ ആ സോങ് ആണെങ്കിലും ഒക്കെ വന്നു പോകുന്നുണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് അതിൻ്റെ ഒരു റൈറ്റിംഗ് രീതികൾ എങ്ങനെയായിരുന്നു? അത് ഈ കല്യാണരാമൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കഷൻ്റെ ഭാഗത്ത് ആ ജ്യോതിർമയുടെ മരണം ആണ് ആ സീൻ്റെ എൻഡിൽ വരേണ്ടത്. അപ്പോൾ കല്യാണത്തിന് പാചകവണ്ടി മറിഞ്ഞ് ഫുഡ് എത്തൂല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇവർ തന്നെ കുക്കിംഗ്, അപ്പോൾ എങ്ങനെ ഈ ജ്യോതിർമയുടെ ക്യാരക്ടർ മരിക്കും എന്നുള്ളൊരു തോട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ കല്യാണ വീടാകുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കാം, ഷോക്കടിച്ച് മരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ പാചകക്കാരുടെ കഥ പറയുന്നതുകൊണ്ട് ഫുഡ് എത്തിയില്ല. അപ്പോൾ ഇവരെ പെട്ടെന്ന് ഇവർക്ക് തന്നെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ധൃതിയിലുള്ള ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ തീ പിടിച്ച് മരിക്കും എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കുക്കിങ്ങിൻ്റെ പ്രോസസ്സിങ് നടത്താനായിട്ട് കുറച്ച് ടൈം ലാപ്സ് വേണം. അപ്പോൾ അവിടെ ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പാട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. അതൊരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കുക്കിങ്ങിൽ അപ്പോൾ ഒരു ഫൺ രീതിയിലുള്ള ഒരു സോങ് നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പം പ്രൊഡ്യൂസർ ലാലേട്ടനാണ് പറയുന്നത്, പണ്ടിങ്ങനെ ഒരു നാടൻ ഒരു പാട്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒന്നാം മല കയറി പോകണ്ടേ അവിടുന്ന് തലം കുത്തിച്ചാടേന്നു. അത് അങ്ങനെ ആരും എഴുതിയതല്ല. അപ്പോൾ അതൊരു ആരുടെയാണ് അതിൻ്റെ ആരാണ് സൃഷ്ടാവുന്ന പോലും അറിയില്ല. അപ്പോൾ ലാലേട്ടനാണ് സൂചിപ്പിക്കുന്നത്, പണ്ട് ഇങ്ങനെ ഒരു സാധനം നാടൻ പാട്ട് പോലെ കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെ കൊണ്ട് പാടിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് രസകരമായിട്ട് വന്ന് ഒന്നാം മല, പിന്നെ രണ്ടാം മല വരുമ്പോൾ തലയും കുത്തി എന്ന് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ. അപ്പോൾ 100 പറയുമ്പോൾ തലയും കുത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ ഒരു ഹൈ ലെവലിലേക്ക് പോകലും അതിനോടനുബന്ധമായിട്ട് ഒരു തീപിടുത്തം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് വന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടതാണത്. ആ സോങ് മൊത്തത്തിൽ അങ്ങനെയാണ്. അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തലകുത്തി, 2 പറയുമ്പോൾ 2 പ്രാവശ്യം തലകുത്തി ചാടിൻ്റെ അങ്ങനെ. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി തലകുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കൗതുകമുണ്ട്. പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഒരു ദുരന്തത്തിലേക്ക് അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സർ ഇത്ര നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. സന്തോഷം.